കൊറേ മാമ്പഴം ഞങ്ങള് കല്ലെറിഞ്ഞിട്ടിട്ടുണ്ട്. ദേ അവിടെ 4 എണ്ണം. നല്ല അടിപൊളി മാമ്പഴം. ഗുണ്ടുമാങ്ങ തോപ്പുക്കുള്ളേ നണ്ട് പോലെ വந்தாയേ. രാത്രി ഇനി മാമ്പഴ ചപ്പാത്തി കഴിക്കണം എന്ന് എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഓ, ഇവിടെ നിൽക്കുമ്പോ നല്ല കൊതുകടി. ദുൽഖർ സൽമാന്റെ പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്യുന്ന ആളാണ് കേട്ടോ. ദുൽഖർ അറിഞ്ഞോ? ഫ്രഷ് 2 എണ്ണം മതി കേട്ടോ. ആ, ഗൈസ് ഭയങ്കര ഭാരിച്ച ജോലിയാണ് ഗൈസ്. കൊറേ മാമ്പഴം ഞങ്ങള് കല്ലെറിഞ്ഞിട്ടിട്ടുണ്ട്. ദേ അവിടെ 4 എണ്ണം. നല്ല അടിപൊളി മാമ്പഴം. ഇന്ന് നമ്മൾ ഇതൊക്കെ വെച്ചിട്ടൊരു സൂത്രം കാണിച്ചു തരാട്ടോ. ഇവിടെ 360 ഡിഗ്രി നമ്മൾ കറങ്ങിയാലും മൊത്തം മാങ്ങയാണ് ഗൈസ്. കൊറേ ഞങ്ങള് പൊട്ടിച്ചു കേട്ടോ. ചിലത് വലയൊക്കെ വെച്ചെടുത്തു. ആ സമയത്ത് കുറച്ചൊക്കെ താഴെ വീണുപോയി. ഇതൊക്കെ പച്ചമാങ്ങ, അതായിട്ടില്ല. ഓക്കെ ഓക്കെ അപ്പോ ഇതെല്ലാം വെച്ചിട്ട് നമ്മൾ ഒരുപാട് പൊട്ടിച്ചു വെക്കില്ല. ഫ്രഷ് അപ്പാപ്പ എടുക്കും, അപ്പാപ്പ പൊട്ടിക്കും, അപ്പാപ്പ ഉണ്ടാക്കും അല്ലേ? അപ്പൊ തന്നെ കഴിക്കും. അതെ. ഇനി അപ്പാപ്പന്റെ കാര്യമല്ല, അമ്മമ്മയുടെ കാര്യ. അമ്മമ്മയുടെ കാര്യം എന്താന്ന് അവിടെ പോയി നിന്നിട്ട് പറഞ്ഞുതരാം. കമോൺ. ഹലോ ഗൈസ്, ലക്ഷ്മി നക്ഷത്ര യൂട്യൂബ് ചാനൽ. അപ്പൊ നേരത്തെ കണ്ട പറക്കികൾ ഞങ്ങളല്ല, നമ്മൾ തന്നെയാണ്. കുട്ടി സത്യം മാത്രമേ പറയൂ. അപ്പൊ ഞാനും എന്റെ ഫ്രണ്ട് ജാനകിയും കൂടെ, അതായത് ഞങ്ങളൊരു വില്ലേജ് കുക്കിംഗ് ചാനൽ തുടങ്ങിയാലോ എന്ന് ആലോചിക്കുകയാണ്. അപ്പൊ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ആദ്യത്തെ റെസിപ്പി എന്താണ് എന്നുള്ളത് ഒരു പാട്ടിന്ന് ഞങ്ങൾ പറയാട്ടോ. ഈ ഒരു ആംബിയൻസും പാട്ടും എവിടെ കല്ലെറിഞ്ഞാലും അത് ആൾക്കാർക്കെല്ലാം കൊള്ളുക. നേരെ നോക്കിക്കഴിഞ്ഞാൽ മാങ്ങയ്ക്കും ചക്കയ്ക്കും പ്ലാവിനും റംബൂട്ടാനും ഒക്കെയാണ് കൊല്ലുക. അല്ല, കൊല്ലുകയല്ല, കൊള്ളുക. അവിടെ ചക്ക, അവിടെ റംബൂട്ടാൻ, ഇവിടെ മാങ്ങ. അതുകൊണ്ട് തന്നെ നല്ല മണമുള്ള പാട്ട് ഏതായിരുന്നു? റെഡി, 1 2 3 സ്റ്റാർട്ട്. ഗുണ്ടുമാങ്ങ തോപ്പുക്കുള്ളേ നണ്ട് പോലെ വந்தாയേ, യാരുമില്ലാ നേരം പാത്ത് കൈ പിടിച്ചായേ. ഇന്ന് കൈയൊക്കെ എന്തായാലും നീറിപ്പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. കാരണം ഇന്ന് ജാനകി ഉണ്ടാക്കാൻ പോകുന്നത് ജാനകിയുടെ അമ്മൂമ്മയുടെ റെസിപ്പിയാണ്. അമ്മയുടെ റെസിപ്പി. സോറി, ഒരമ്മ കുറയ്ക്കണം, അത്രയല്ലേ ഉള്ളൂ. അപ്പൊ ജാനകിയുടെ അമ്മയുടെ റെസിപ്പിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോണേ. ഷീസ് മൈ ഫ്രണ്ട്, സ്റ്റൈലിസ്റ്റ്, അങ്ങനെ ജാനകിയുടെ വീട്ടിലാണ് ഞാനിപ്പോ നിക്കണേ. അപ്പോ മാമ്പഴ നിങ്ങളൊരു കാര്യം ഒന്ന് അറിയേ, ഒരു ഇമ്പോർട്ടന്റ് കാര്യം പറയാനുണ്ട്. ഈ വീട്ടിൽ ഈ സീസണിൽ വന്നു കഴിഞ്ഞ, അതായത് എവിടെ നോക്കിയാ കാലത്ത് ഞാൻ കഴിച്ചത് ആദ്യം പുട്ട് കൊണ്ടുവച്ചു, അതിന്റെ കൂടെ മാമ്പഴം തന്നു. വേറെ കറിയൊന്നുമില്ല, മാമ്പഴപ്പുട്ട് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. നല്ല ടേസ്റ്റ് ഇല്ലായിരുന്നോ? നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഉച്ചക്കലത്തെ മെനു എന്ന് പറയുന്നത് ഇന്ന് മാമ്പഴ സാമ്പാറും മാമ്പഴ പായസവും എന്തോ ചെമ്മീൻ ഉണ്ടാക്കുന്നുണ്ട്. അതില് മാങ്ങയും മുരിങ്ങയ്ക്കും. മാങ്ങയും മുരിങ്ങക്കായും ഫുൾ മാങ്ങ. രാത്രി ഇനി മാമ്പഴ ചപ്പാത്തി കഴിക്കണം എന്ന് എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇന്ന് ഈ ഒരു മാമ്പഴ ചമ്മന്തിക്ക് ഞാൻ നിങ്ങളെയും കൂടെ വിളിക്കുകയാണ് കേട്ടോ. അപ്പൊ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് എളുപ്പത്തിൽ ഉണ്ടാക്കാം. വെരി സിമ്പിൾ. ഓക്കെ. അപ്പൊ ഇനി ഷെഫ് ജാനകി, ആക്ച്വലി സൂചി നൂലാണ്, സ്റ്റൈലിസ്റ്റ് ആണ് പുള്ളിക്കാരി. ഇന്ന് വെച്ച ഷെഫാണ്. ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം ഭയങ്കര ഇൻട്രസ്റ്റ് ഇഷ്ടമാണ്. ഓക്കെ ഓക്കെ. അപ്പൊ ഫസ്റ്റ് മാങ്ങ നന്നായി ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് സെറ്റ്. കംപ്ലീറ്റ് സാധനങ്ങളും ആകെ ഉപ്പ് മാത്രമാണ് നമ്മൾ പുറത്തുനിന്ന് മേടിച്ചിട്ടുള്ളത്. ബാക്കിയൊക്കെ ഇവിടത്തെയാണ് കേട്ടോ. കംപ്ലീറ്റ് സാധനങ്ങള്. മുളകും പുറത്തെയാണ്. ശുദ്ധമായ വെളിച്ചെണ്ണ, ശുദ്ധമായ നല്ല വാളംപുളി. ഇതെന്റെ അമ്മ നല്ലോണം ഉണക്കി തന്ന വാളംപുളിയാണ്. ഓക്കെ. പിന്നെ നല്ലോണം പൊടിച്ചെടുത്ത മാമന്റെ കടയില് മുളക് പൊടി. ഫുൾ ഫാമിലി മാമന്റെ കടയില് മുളക് പൊടി. അതെ. പിന്നെ ഉപ്പ് നമ്മള് ലുലുന്ന് മേടിച്ചതാണ്. ഹൈഫൈ ആണ് കേട്ടോ, ഒന്നിനും കുറവില്ല. അത് മാമന്റെ കടയല്ല. മാമന്റെ കട. ശരി. ഇത് പുറത്തുനിന്ന് മേടിച്ച എവിടെ എനിക്കറിയില്ല. വേപ്പില ഞങ്ങള് വെറുതെ ഷോന് വെച്ചിട്ടുള്ളതാണ്. പക്ഷെ ആവശ്യം വരുമ്പോ ഞങ്ങള് കരിവേപ്പില ഒരു സ്ഥലത്ത് നിന്ന് ഇറക്കും. കാണിച്ചു തരാം. പിന്നെ ഇതൊന്നും മണിക്കൂർ. ഓക്കെ. ഇവിടെ തന്നെ ഉള്ള, അതായത് സേലം മാങ്ങ, പിന്നെ അൽഫോൺസ, പിന്നെ മൂവാണ്ടൻ, എല്ലാ മാങ്ങയുണ്ട് ഇവിടെ. അപ്പൊ ഇനി നമ്മൾ എന്താ മാമ്പഴ ചമ്മന്തിയാണ് ഉണ്ടാക്കാൻ പോണേ. 1 കിലോ അരിയുടെ ചോറുണ്ണാമെന്നാണ് എന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള ഹൈപ്പ്. ഞാൻ കൂടുതൽ കഴിക്കാം. അതിൽ കൂടുതൽ കഴിക്കാം. ശരി, ഓക്കെ. ഇട്ടിട്ടേപ്പോ ആദ്യം മുളക് പൊടി ഇങ്ങനെ വിതറുക. ഈ മുളക് കൂടുന്നുണ്ടോ? സമയം തരൂ.
ഓക്കെ. വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ മുളക് പൊടി, ഉപ്പ്, പുളി, കറിവേപ്പില, ചുട്ടമുളക്. അതെ ചുട്ടമുളക് കാണിച്ചു കൊടുക്കും. ചുട്ടമുളക് കാണിച്ചു തരാൻ പറഞ്ഞു. ശരി, ഓക്കെ. ആകെ ഇവിടുത്തെ അല്ലാത്ത ഇൻഗ്രീഡിയന്റ് ആണ്. ഓക്കെ, അത് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇടും. ഓ, എന്റെ കൈ പുകയ്ക്കാനുള്ള ശ്രമത്തിലാണ് ചേച്ചി. 1 2 3 4 വേണമെങ്കിൽ ഇട്ടാ മതി. എന്നെ പുകച്ച് പുറത്ത് ചാടിക്കാനാണോ? എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ഇല്ല, ഒടുക്കി കേട്ടോ. ഞെരടാൻ പോവാ കൈകൊണ്ട്. ഈ ഫോണൊക്കെ ഒന്ന് മാറ്റിക്കൂടെ? ഹൈഫൈ ആണെന്ന് ഞങ്ങക്ക് മനസ്സിലായി. അതിന് താഴത്തേക്ക് പോകും. ഓക്കെ, ഇതെല്ലാം നന്നായിട്ട് കിച്ച് 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 ഇടും കേട്ടോ. ഈ കിച്ച് കിച്ച് എന്നുള്ള ശബ്ദം വേണമെന്ന് നിർബന്ധം. വേണം വേണം വേണം, എനിക്കെല്ലാം വേണം. നമ്മൾ നേരിടുമ്പോ നന്നായിട്ട് അയക്കും. എന്റെ കൈ നല്ല വൃത്തിയുള്ള കേട്ടോ. കൈ കഴുകിയതാന്ന് പറയാം. ഉപ്പ് ഇത്തിരി ഇടയ്ക്കൊന്ന് ക്യാമറയിലേക്കൊക്കെ ഒന്ന് നോക്കി അവരുടെ വിശേഷമൊക്കെ ചോദിച്ചൂടെ? പിന്നെ ദുൽഖർ സൽമാന്റെ പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്യുന്ന ആളാണ് കേട്ടോ. എനിക്ക് വയ്യ, ദുൽഖർ അറിഞ്ഞോ. ഇനിയാണ് മെയിൻ. നല്ലോണം ഞെരിടുക. അമ്മേ, ഇത് മാത്രം മതി ശരിക്കും ചോറുണ്ണാൻ. ഗൈസ്, എന്റെ വായിന്ന് വെള്ളം വരും. എന്റെ ഇതങ്ങോട്ട് ചെറുതോട്ടോ. ഇതിന്റെ തൊലിയൊക്കെ ഉണ്ട് കേട്ടോ, പക്ഷെ ഒക്കെ ടേസ്റ്റ് ആണ്. നല്ല ടേസ്റ്റാ. ഇതില് പച്ചമുളക് ഇടണമെങ്കിൽ പച്ചമുളക് ഇടാം. ചിലര് എന്താ പറയാ, ശർക്കര ഇപ്പൊ മാമ്പഴ കൂട്ടാനൊക്കെ ഉണ്ടാക്കുമ്പോ ശർക്കര പഞ്ചസാര ഇടും, ചിലര് ശർക്കര ഇടും. പക്ഷെ ഈ മാങ്ങിക്ക് ആവശ്യമില്ല. നല്ല മധുരമുള്ള മാങ്ങിയ. അപ്പൊ എന്താ പറയാ, മാമ്പഴത്തിന്റെ ആ ഒരു മധുരവും പിന്നെ ആ ചുട്ടമുളകിന്റെ കുറച്ച് പുളി വരാനായിട്ട് നല്ല മധുരമുള്ള മാങ്ങയുടെ കൂടെ കുറച്ച് പുളിയുള്ള ഒരു മാങ്ങയും കൂടി ഇട്ടിട്ടുണ്ട്. കാര്യം നന്നായിട്ട് ഇത് കണ്ടോ. കുറച്ചും കൂടി സ്പൂണൊക്കെ കറിവേപ്പില വേണ്ടേ? ഇടില്ല ഇടില്ല, അതിന് മുന്നേ വെളിച്ചെണ്ണ മതി. ഓക്കെ, ഇനി വേപ്പില. വേപ്പില ഞങ്ങൾ ഒരു കാര്യം ചെയ്യാം. ഇതാണ് ഞങ്ങളുടെ പഞ്ച് ഡയലോഗ് എന്ന് പറയുന്നത്. ഇവിടെ ഫുൾ ഓഫ് വേപ്പിലാസ് ആണ്. എവിടെയോ വേപ്പില ഉണ്ടെന്ന്. അവിടെ എന്നെ നിങ്ങൾ ടെസ്റ്റ് ചെയ്യാണല്ലേ? വേപ്പില കണ്ട എനിക്ക് മനസ്സിലായി. പക്ഷെ ഇവിടെ ചെറുതുണ്ടായിരുന്നു. വേപ്പില ഫ്രഷ് 2 എണ്ണം മതി കേട്ടോ. ഇന്നെന്താ ദിവസം? ചില ദിവസങ്ങൾ എന്റെ വീട്ടിൽ അമ്മ പറയും, ചില ദിവസങ്ങളിൽ നമ്മള് കറിവേപ്പില പൊട്ടിക്കാൻ പാടില്ല എന്നൊക്കെ. ഇന്ന് പൊട്ടിക്കാൻ പറ്റുന്ന ദിവസം. ഓക്കെ, 2 എണ്ണം മതി. ഞാൻ കഴുകിയിട്ട് വരാം. ഉണ്ടെങ്കിൽ വേറൊരു സാധനം. ഫ്രഷ് കറിവേപ്പില കഴുകിയിട്ടുണ്ട്. ഊർത്തിടുക. എന്തിടണം? തോർത്തിടണോ? ഊർത്തിടാ, കൊതുക് കടിക്കും. ഇങ്ങനെ ഇടണം എന്നാണ് ഉദ്ദേശിച്ചത്. ഇങ്ങനെ ഇടുക. ഓ, ഇവിടെ നിൽക്കുമ്പോ നല്ല കൊതുകടിയും അതല്ലേ പറഞ്ഞേ. കാര്യം പ്രകൃതി രമണീയമാണെങ്കിലും നന്നായിട്ട് കൊതുക് കൊമ്പ് വെക്കാറുണ്ട്. ഓക്കെ ഓക്കെ, ഇനി തിരിയും കൂടെ വേണമെങ്കിൽ വെളിച്ചെണ്ണ ഒഴിക്കാം. അയ്യോ, കുറച്ച് മതി. എന്നാ ഞാൻ അഭിനയിക്കല്ലേ, ഞാൻ ചമ്മിയാലോ? ഓക്കെ 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 ഓക്കെ. അടിപൊളി, ഒന്നും പറയാനില്ല. കറിയാണോ? അടിപൊളി. ഞാൻ കഴിക്കട്ടെ. ശരിക്കും കാണുമ്പോ കൊതി വരുന്നുണ്ടാ. ഒരു മായവും ഇല്ല, ഒന്നുമില്ല. ഇവിടത്തെ തന്നെ വേറെ കറിയുടെ ഒന്നും ആവശ്യമില്ല. ഞാൻ അത്ര അധികം എടുക്കൂട്ടാ. മൊത്തം എടുത്തോ. എരിവും എന്റെ അമ്മോ, സൂപ്പർ. ഒരു കോമ്പിനേഷൻ കൂടെ പറഞ്ഞുതരാം. ചോറും ഇതും വേണമെങ്കിൽ ഉണക്ക മന്തളോ ഒരു ഓംലെറ്റോ ആവാം. മറ്റേ പരിപ്പ് കുത്തിയുടെ കൂടെ കഴിക്കണോ? ചെമ്മീൻ ഫ്രൈ ആണെങ്കിലും ഓക്കെ അല്ലേ? ചെമ്മീൻ ഫ്രൈ ആണെങ്കിൽ കലക്കും. അപ്പൊ നിങ്ങൾ എല്ലാരും ഇത് ട്രൈ ചെയ്ത് നോക്ക. അമ്മ അടിപൊളി കേട്ടോ. ഇതിപ്പോ വീട്ടിലെന്താ ഗ്യാസും കൂടെ കത്തിക്കേണ്ട ആവശ്യമില്ല അല്ലേ? ഇതൊക്കെ എളുപ്പപ്പണിയിലാകുമ്പോ പക്ഷെ ഇത്ര ടേസ്റ്റിൽ ഉണ്ടാക്കുന്ന ഒരു സാധനം. നല്ല അതിരാ. മാമ്പഴ കൂട്ടാനൊക്കെ ഉണ്ടാക്കുന്ന സമയത്തെ ശരിക്കും പറ കൈ നീറണ്ട. കയ്യില്ല, കൊതുക് കടിക്കുന്നു. മാമ്പഴ കൂട്ടാനൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാ ഗ്യാസ് കത്തിക്കണം, നാളികേരം അരയ്ക്കണം, കുറെ പണിയാ. പക്ഷെ ഇതൊന്നും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂട്ടോ. മുളക് പൊടിയും ഓപ്ഷണൽ ആണ്, വേണമെങ്കിൽ ഇട്ടാൽ മതി. പക്ഷെ ദിസ് ഇസ് സൂപ്പർ. ഇത് നല്ല ജ്യൂസി ആയതുകൊണ്ട് ഇതിന് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. കണ്ടോ, ഞങ്ങൾ ആക്ച്വലി വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ വെള്ളം ഒഴിക്കേണ്ടി വന്നില്ല. ഇത്തിരി നീട്ടി ഗ്രേവി വേണമെങ്കിൽ വെള്ളം ഒഴിക്കാം. അടിപൊളി. അപ്പൊ ഇനി നമ്മളിത് മുകളിൽ കൊണ്ടുപോയിട്ട് കഴിക്കും ഗൈസ്. ആക്ച്വലി ഇതാ
എന്താ പറയാ ഇവിടെയൊക്കെ ഉണ്ട്. അപ്പൊ നമ്മളിനി മുകളിൽ പോയിട്ടാണെന്ന് ഭക്ഷണം കഴിക്കാൻ പോണേ. ചോറ്, നല്ല ചൂട് ചോറും ബാക്കി അവിടെ പോയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഭയങ്കര വിഭവ സമൃദ്ധം അല്ല, കാരണം ഇത് മാത്രം മതി നമുക്ക് ചോറുണ്ടാനായിട്ട്. ഒരു ചക്കയും പൊട്ടിച്ചിട്ട് പോയല്ലോ. വന്നേ ബാ, കൈ കഴിക്കോ. ഒരു ചക്കയും കൂടെ പൊട്ടിക്കാനായോ എന്നൊന്ന് നോക്കിയിട്ട് പോവാ. അപ്പുറത്തെ പറമ്പിലുണ്ടായിരുന്നു കേട്ടോ ചക്ക. എനിക്ക് ശരിക്കും പറഞ്ഞ സ്വന്തം പറമ്പിലെ ചക്ക ഇഷ്ടമല്ല ഗൈസ്. എനിക്ക് അപ്പുറത്തെ പറമ്പിൽ നിന്ന് ചാടി പൊട്ടിക്കാൻ. ഇവിടെ നോക്കിയിട്ട് അപ്പുറത്തെ പറമ്പിൽ എന്തെങ്കിലും കാണിച്ചു. അപ്പുറത്തെ പറമ്പിലെ ചക്ക ആയിട്ടില്ല അല്ലേ? ആയിട്ടില്ലല്ലോ, ആവണേ ഉള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഇടിയൻ ചക്ക ആയിട്ട് എടുക്കണം. ആയിട്ടില്ല. മുകളില് ഒക്കെ ആയിട്ട് ഒന്നും ആയിട്ടില്ല. പഴുക്കണം. വെറുതെ ഇപ്പൊ നശിപ്പിക്കണ്ട. പഴുക്കണോന്ന് പറഞ്ഞപ്പോ വേണമെങ്കിൽ ഒരു പഴുത്ത് പാവില്ല. അയ്യോ, ഞങ്ങളുടെ ക്യാമറമാൻ ഡാൻസ് കളിച്ചോണ്ടിരിക്കുക കൊതു പിടിച്ചിട്ട്. അപ്പൊ മസ്റ്റ് ആയിട്ട് എല്ലാരും ഇത് ട്രൈ ചെയ്യുക. അഭിപ്രായം നമ്മുടെ കമന്റ്സിലൂടെ അറിയിക്കുക. എന്റെ ജോലി പോയാ. ഇങ്ങനെ വേറെ എന്തൊക്കെ ഉണ്ടാക്കും അമ്മ? ഇത് മാങ്ങ വെച്ചിട്ടാണെങ്കിൽ കടുമാങ്ങ റെഡിയാക്കാറുണ്ട്. എന്താ കടുമാങ്ങ? കടുമാങ്ങ കൈ വേണേ കഴിക്കോ? ഞാൻ ഒന്ന് കഴുകി കൊടുക്കട്ടെ കൈ. കടുമാങ്ങ അല്ലെങ്കിൽ കൈ നീറിപ്പോകുകയും അതെ മുഖമൊക്കെ കഴുകുമ്പോഴോ ഇത്തിരി എരിവുണ്ട് ഇതിനെ. വാഷ്റൂമിൽ പോകുമ്പോഴോ ഇങ്ങനെ തിരുമ്പിട്ട് നിങ്ങളെ കൈ വേറെ കറി വേണ്ടെന്ന് പറയണ എന്താ? ഞാൻ പറയട്ടെ, ഞാൻ ഒരു ഇൻഫർമേഷൻ കൊടുക്കുക. കൈ നന്നായിട്ട് സോപ്പിട്ട് കഴുകണം കേട്ടോ, ഇല്ലെങ്കിൽ നിങ്ങളെ സ്വർഗലോകത്ത് പോകും. മതി. ക്യാമറക്ക് എന്റെ ക്യാമറാമാൻ എന്ന അബദ്ധവശാൽ മുണ്ടെടുത്തിട്ട് വന്നു കൈ. അത് കാരണം ക്യാമറയ്ക്ക് ചെറിയ ഇളക്കം ഉണ്ടായിരിക്കും. അത് പുള്ളിയുടെ ഇളക്കം പോലെ തന്നെ പുള്ളി മുണ്ടെടുത്തിട്ടുള്ള കാരണമുള്ള ഇളക്കം കൊതു മേടിച്ചിട്ട്. അപ്പൊ നമുക്കിത് കൊണ്ടുപോയല്ലോ. അപ്പൊ ഞങ്ങൾ ഇനി പോയിട്ട് ചോറുണ്ടിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആണ് ചോറുണ്ണാനായിട്ട്. ക്യാമറാമാനും കൊടുക്കട്ടെ, എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കട്ടെ. ആത്മാർത്ഥമായിട്ട് അഭിപ്രായം പറയണം. എങ്ങനെയുണ്ട്? കരഞ്ഞിട്ടാ പറയണേ. അത്രക്കാരനാ ഇന്നത്തെ ശരിക്കും പറഞ്ഞിട്ട് പോയവ. എങ്ങനെയുണ്ട്? സൂപ്പർ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അല്ലെങ്കിൽ എന്നെ നിങ്ങൾക്ക് അറിയണതല്ല, നിങ്ങൾക്ക് എന്നെ വന്ന് അടിക്കാം. ഇത് ചിലപ്പോൾ ചിലരുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ ആയിരിക്കും. എനിവേസ് ഇതുവരെ ഉണ്ടാക്കാത്തവർ പണ്ട് മുതലേ റെഡിയാക്കുന്നതാണത്. എനിക്ക് തോന്നുന്നു കുറച്ച് കണ്ടോ ആ ഒരു ഭംഗിയൊക്കെ നോക്കൂ. ആ വെയിലത്ത് ഇങ്ങനെ തിളങ്ങണേ. ആയി ജ്യൂസി ആയിട്ട് നല്ല. അപ്പൊ ഇനി ഞങ്ങൾ മുകളിൽ പോയി ചോറുണ്ടേട്ടാ. ഇത് ഇവരുടെ വീടാണ് കേട്ടോ. ഭയങ്കര രസമല്ലേ കാണാനായിട്ട്. മൊത്തത്തിലൊന്ന് കറക്കി കാണിക്കോ. ജാനകിയുടെ ബൊട്ടീക്ക് അവിടെ ഉണ്ട്. എനിക്ക് ഭംഗിയുള്ള ഡ്രസ്സ് അവിടെ നിന്ന് എടുത്തിടാം, ഇവിടെ വന്ന് ഷൂട്ട് ചെയ്യാം. അതാണ് ചകിത ഡിസൈൻസ്. കൃത്യനിഷ്ഠ എന്ന് പറയുന്ന കാര്യം ഞങ്ങളുടെ രക്തത്തിൽ അലിഞ്ഞിട്ടുള്ളത് കൊണ്ട് സമയം മണി 4 മണിയാവാൻ 5 മിനിറ്റ് ബാക്കിയുണ്ട്. ഞങ്ങൾ ചോറുണ്ടാൻ പോവാണ് കേട്ടോ. എല്ലാം നേരത്തെ കഴിക്കുന്നതാണ് കാരണവന്മാര് പറഞ്ഞിട്ടുള്ളത്. ഞങ്ങൾ ആ ചിട്ട ഫോളോ ചെയ്യുന്നവര് അല്ലേ ജാനകി? സത്യം. അപ്പോ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ മെനു ഇവിടെ സെറ്റാണ്. ഒക്കെ ജാനകിയുടെ ക്രെഡിറ്റ്സ് ആണ്. ഞാൻ വെറുതെ ഇങ്ങനെ തൊട്ട് നിൽക്കുക എന്ന് പറയില്ലേ, അത്രേ ഉള്ളൂ എന്റെ ഭാഗം. നല്ല ചോറ്, നല്ല ചൂടാവി പറക്കണ ചോറുണ്ട്. ഞാൻ പറയാം നല്ല തുമ്പപ്പൂ ചോറ്. തുമ്പപ്പൂ ചോറ്. അയല വറുത്തതില്ല, അയലയ്ക്ക് പകരം ചെമ്മീനുണ്ട്. ചെമ്മീനിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മുടെ മെയിൻ ഐറ്റം അതായത് മാമ്പഴ പുളിശ്ശേരി അല്ല, ഇത് മാമ്പഴ ചമ്മന്തിയാണ് കേട്ടോ. മാമ്പഴ ചമ്മന്തി, അതായത് ഗ്യാസ് ഒന്നും ഓൺ ചെയ്യേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് മുളക് ചുട്ടെടുക്കണം, ചുമന്ന മുളക്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. ബാക്കി മാമ്പഴം ഇങ്ങനെ കൈകൊണ്ട് ആ ഞെരടണയിലാണ് ആ ടേസ്റ്റ് എന്ന് പറയുന്നത്. ഞെരടി എല്ലാം എന്നിട്ട് ഇവിടെ കൈ നീറിയിട്ടുണ്ടല്ലോ. മാമ്പഴ ചമ്മന്തി ഉണ്ട്. പിന്നെ മറ്റ് ഹൈലൈറ്റ് എന്ന് പറഞ്ഞ സാമ്പാർ. ഇവിടെ ഒഴിച്ച അവിടെ എത്തുന്ന സാമ്പാർ നീട്ടി വെച്ചിട്ടുണ്ട്. സാമ്പാർ ഞാൻ ഉണ്ടാക്കിയതല്ല. ആ സാമ്പാർ ജാനകിയുടെ അല്ല കേട്ടോ. ക്യാമറ അടുത്ത് വന്ന ഞാൻ ആ നീട്ടലൊന്ന് കാണിച്ചു തരായിരുന്നു. ഒന്ന് ചെറുതായിട്ട് സാമ്പാർ ഒന്ന് ചെറുതായിട്ട് പളിപ്പോയി, പക്ഷെ ഞങ്ങള് ടേസ്റ്റ് ചെയ്തു. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ മാമ്പഴ സാമ്പാർ അല്ല, അത് ഞാൻ വെറുതെ പറഞ്ഞ കേട്ടോ. അങ്ങനെയായിരുന്നു ഇവരുടെ പ്ലാൻ. ഇത് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടാവും കണ്ടിട്ട് തോന്നുന്നു. ഇതും സ്പെഷ്യലാന്ന് പറഞ്ഞു. ഇത് ചെമ്മീൻ ഫ്രൈ ആണ്, പക്ഷെ ഇതിലൊരു സൂത്രം ഇട്ടിട്ടുണ്ട്.
പച്ചമാങ്ങ. അത് ഞാൻ ആദ്യമായിട്ട് കഴിക്കാൻ പോവാണ് കേട്ടോ. ഇതും എന്റേതല്ല. അപ്പൊ ഇതൊക്കെ ക്യാമറയുടെ പിന്നിലുള്ള ആളുണ്ടാക്കിയിട്ടുള്ളതാട്ടോ. അപ്പം ഇതും അടിപൊളി. ഇതില് നാളികേരപ്പീരൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലെ? നാളികേരപ്പീര ഉണ്ട്. കണ്ടോ? ക്യാമറ ക്ലോസ് വന്ന് കറക്റ്റ് കാണാൻ പറ്റും. പച്ചമാങ്ങ ഇട്ടിട്ടുണ്ട്, ചെമ്മീൻ ഫ്രൈ ചെയ്ത് നാളികേരപ്പീരൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് ഇവിടുത്തെ സൂപ്പർ ഷെഫാണ്. ഓക്കെ, പിന്നെ ഇത് സ്പെഷ്യൽ പായസ. ഇത് ആക്ച്വലി അമ്പലത്തിൽ നിന്ന് ഇടിച്ചു പിഴിഞ്ഞ പായസം എന്നൊക്കെ പറയില്ല, അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന പോലെ. അങ്ങനെയാണ് തൃശ്ശൂര് പറയാ. എന്റെ അച്ഛൻ അമ്പലത്തിൽ നിന്ന് കൊണ്ടുവരാറുണ്ട്. തേങ്ങാപ്പാല് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പായസ. വിഷുവിനൊക്കെ പലരും ഇത് ഉണ്ടാക്കുന്ന കേട്ടിട്ടുണ്ട്. അപ്പൊ ജാനകി ഇത് ഞാൻ കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇത് ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണ് ഗൈസ്. 5 ടൈപ്പല്ല 3 ടൈപ്പ് പാല്. തേങ്ങാപ്പാല്, തലപ്പാല്, എടപ്പാല്, ഒന്നാംപാല്, രണ്ടാംപാല്, മൂന്നാംപാല്. അപ്പൊ ഇനി വിശന്നിട്ട് വയ്യ, സമയം ഒരുപാട് അതിക്രമിച്ചു. അപ്പൊ നമ്മളിനി മാമുണ്ണട്ടെ. ചോറുണ്ണിട്ടെ. നമ്മളിവിടെ പിള്ളേർക്ക് കൊടുക്കുമ്പോ പറയണ മാമുണ്ടിട്ടേന്ന്. ഞാൻ കുട്ടിയല്ലേ? അല്ല, ഇതിന്റെ ഇടയിൽ ഒരാള് പറഞ്ഞിട്ടുണ്ടായിരുന്നു പോയിട്ട് ഈ ചെമ്മീൻ വറുത്ത ആ എണ്ണയില് ചോറിട്ട് വിരങ്ങി കഴിക്കണം എന്ന്. ഞാൻ എടുത്തിട്ട് വാ. എനിക്ക് വെയിറ്റ് ചെയ്യാൻ വയ്യ, ഞാൻ പതുക്കെ തുടങ്ങാൻ പോവാ കേട്ടോ. അവിടെ ചെമ്മീൻ വറുത്ത എണ്ണയിലെ ചോറൊക്കെ പെരട്ടി കൊണ്ടുവരട്ടെ. എത്തി. ഓക്കെ. ഓ, അവിടെയും കൂടെ ഒന്ന് കാണിച്ചു കൊടുക്കൂ. ഇങ്ങനെ ക്യാമറമാൻ. അങ്ങനെ കാണിച്ചിട്ട് തന്നെ ഇങ്ങനെ 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 ഇങ്ങനെ. ഇതെന്റെ അമ്മ എപ്പോഴും തരണം കേട്ടോ. ഭയങ്കര ഇഷ്ടം തരണം. എനിക്കും ഇഷ്ടം. ഒത്തിരി ഷെയർ ഇടൂ. തരാം. ഓ, അതില് ആ ഒരു മുരുമര ടേസ്റ്റ് ഒക്കെ ഉണ്ടാവില്ലേ? ഇരിക്കുക. എനിക്ക് ഉരുട്ടാണ്ട് തന്നാ മതി. മതിയോ? ഉരുട്ടണ്ട. എനിക്ക് ചെമ്മീൻ കഷ്ണം കിട്ടിയോ? എന്നാ തിരിച്ചിട്ടോ. നല്ല ടേസ്റ്റ്. ഉരുട്ടണ്ട. കുട്ടിക്ക് ഉരുട്ടണ്ട ഗൈസ്. ഞാനൊരു ഉണ്ടായതുകൊണ്ട് എനിക്ക് ഉരുട്ടണത് ഇഷ്ടമല്ല. 2 ചെമ്മീൻ കിട്ടി. ഇന്നും കിട്ടി. ഞാൻ കഴിച്ചോ? കൊതിച്ചിരിക്കും. എന്റെ ഫേവറേറ്റാ. കമന്റ് ചെയ്യണേ. നിങ്ങളും ഇങ്ങനെ ഇപ്പൊ ചെമ്മീൻ വറുത്തയിലോ അല്ലെങ്കിൽ ഉണക്കമീൻ വറുത്ത എണ്ണയിലൊക്കെ, ഞാൻ മാന്തള് വറുത്തയില് ആ എണ്ണയിൽ ഇങ്ങനെ പരട്ടി കഴിക്കാറുണ്ട്. ലേശം ഉപ്പും കൂടി ഇട്ടിട്ട്. ഭയങ്കര ടേസ്റ്റ്. ഇതും ഭയങ്കര ടേസ്റ്റ്. ഇത് കഴിക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനില്ല. അപ്പൊ ജാനകിക്ക് ഞാനിതൊരു ഉരുള കൂടെ കഴിച്ചു. ഓ, ഒരു ഉരുള മൊത്തം കഴിച്ചോ? ഇത് കണ്ടോ? നമ്മുടെ വീട്ടിലത്തെ തന്നെ മാമ്പഴം നമ്മുടേതാ ചമ്മന്തിയാക്കി. വേറെ ഒരു കറിയുടെ ആവശ്യമില്ല. സാമ്പാറൊക്കെ ഉണ്ട്. പച്ചമാങ്ങ ഇട്ട് വെച്ച ചെമ്മീൻ ഫ്രൈ. ഓക്കെ. ഞങ്ങള് രണ്ടാമത് എടുത്തോളാം കേട്ടോ. മാങ്ങ ചമ്മന്തിയും ആ ചുട്ട മുളകും ഒക്കെ അതേ മിക്സ് ചെയ്ത്. എങ്ങനെയുണ്ട്? ഞാൻ അതിന്റെ മാങ്ങ എടുത്ത് വെച്ചു. നല്ല ടേസ്റ്റ്. എല്ലാവർക്കും കൊതിയാവും. അങ്ങനെയുണ്ട്. ഭയങ്കര ടേസ്റ്റ്. കാരണം ആ ചുട്ട മുളകൊക്കെ ആയതുകൊണ്ടേ വേറൊരു ഫ്ലേവർ. ഇതിലെ മഞ്ഞപ്പൊടിയിലും ഒന്നുമില്ല കേട്ടോ. അതാ എന്തിനീ മാമ്പഴപ്പുളിശ്ശേരി. അല്ല, മാമ്പഴപ്പുളിശ്ശേരിയുടെ ടേസ്റ്റ് അത് വേറെ ലെവലാണ്. ഈ മടിയൊക്കെ ഉള്ളവർക്ക് കണ്ട് സംസാരിക്കണ്ട. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ചെമ്മീനില് വെറുതെ പച്ചമാങ്ങ ഒരുപാടൊന്നും വേണ്ട. ജസ്റ്റ് ഇതുപോലെ തന്നെ കുറച്ച് നാളികേരപ്പീരയൊക്കെ ഇട്ട് ഒന്ന് പച്ചമാങ്ങ ഒന്ന് ചതച്ചിട്ടിട്ട് ഒരു ഫ്ലേവറിന് ഭയങ്കര ടേസ്റ്റാ. പുറത്ത് ഭയങ്കര കാറ്റാട്ടോ. കണ്ടോ? ഈ ജനലിൽ കൂടെ നോക്കിയാൽ വരെ മാങ്ങ ഇങ്ങനെ കൊലകൊലയായിട്ട് നിക്കണ കാണാം. അപ്പൊ എല്ലാരും ട്രൈ ചെയ്തിട്ട് എന്നെ മാങ്ങ ചമ്മന്തി എങ്ങനെയുണ്ടെന്ന് പറയണേ. ഓക്കെ. അപ്പൊ ഇനി ഈ ചെമ്മീന്റെ റെസിപ്പി വേണമെങ്കിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഞാൻ ഒരു ദിവസം ഈ ഹോം ടൂർ കാണിക്കാന്ന് വിചാരിക്കുന്നു. ഭയങ്കര രസമാണ്, ഭയങ്കര എസ്തെറ്റിക് വൈബാ. അപ്പൊ എന്താ വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അതും കമന്റ് ചെയ്യുക. എന്റെ ചങ്ങാതി നന്നായി കണ്ണാടി വേണ്ടെന്ന് പറഞ്ഞ പോലെ ഈ കണ്ണാടി എങ്ങനെ ഉണ്ടെന്നും കൂടെ പറയണേ. ബൈ.